നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇലക്ടറൽ ബോണ്ട് ഡാറ്റയുടെ മുഴുവൻ പട്ടികയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇലക്ടറൽ ബോണ്ടുകൾ വഴി എൻകാഷ് ചെയ്ത ആകെ തുക 12,145.87 കോടി രൂപയാണ്. SBI കണക്കുകൾ പ്രകാരം ലോട്ടറി രാജാവ് സെബാസ്റ്റ്യൻ മാർട്ടിൻ്റെ സ്ഥാപനമായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആണ് ലിസ്റ്റിൽ ഒന്നാമത്. 1365 കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 6000 കോടിയിലധികം രൂപയുടെ സംഭാവനകളോടെ ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആണ് BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത്. 519 കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയത്. ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്വകാര്യ കമ്പനിയായ ക്വിക്ക് സപ്ലൈ 375 കോടി രൂപയും വേദാന്ത 226.7 കോടി രൂപയും ഭാരതി എയർടെൽ 183 കോടി രൂപയും സംഭാവന നൽകി. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആണ് പദ്ധതിയുടെ രണ്ടാമത്തെ വലിയ ഗുണഭോക്താവ്. ലോട്ടറി ഗെയിമിംഗ് കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസിൽ നിന്നാണ് പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിക്ക് ഏറ്റവും വലിയ സംഭാവന ലഭിച്ചത്. അവർ 542 കോടി രൂപയുടെ പാർട്ടിയുടെ ബോണ്ടുകൾ വാങ്ങി. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് സംഭാവന നൽകിയവരിൽ ഹൽദിയ എനർജി 281 കോടി രൂപ, ദാരിവാൾ ഇൻഫ്ര 90 കോടി രൂപ, MKJ എൻ്റർപ്രൈസസ് 45.9 കോടി രൂപ എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ നേട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്താണുള്ളത്. 125 കോടി രൂപയുടെ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനകളോടെ പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് വേദാന്തയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMKക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ലോട്ടറി സ്ഥാപനമായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ്. 503 കോടി രൂപയാണ് സംഭാവന നൽകിയത്. മേഘ എഞ്ചിനീയറിംഗ് 85 കോടി രൂപ സംഭാവന നൽകിയപ്പോൾ പാർട്ടിക്കായി ലഭിച്ച മറ്റു സംഭാവനകളെല്ലാം ഒറ്റ അക്കത്തിലുള്ളതായിരുന്നു.